പോടാ, എല്ലാവരും അങ്ങനെ പറഞ്ഞോ? പിന്നെ റിസപ്ഷനൊക്കെ വെജിറ്റേറിയൻ മാത്രം കൊടുക്കാന്ന് പറഞ്ഞാൽ ബോറല്ലടാ. എൻ്റെ അളിയ ഞാൻ എന്തോ ചെയ്യാനാടാ? അമ്മ ജനിച്ച കാലം മുതലേ അമ്മ വെജിറ്റേറിയനാണ് കഴിക്കുന്നത്. ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ വെളിയിലോട്ട് വരുമ്പോഴേ നോൺ വെജ് കഴിക്കുന്ന പോലെ നിനക്കറിയാമല്ലോ. ഞാനിപ്പോൾ ഇനി ഇവളോട് തന്നെ എന്തോ പറയുമെന്ന് പറഞ്ഞിരിക്കുമോ? ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് മാത്രമായിരുന്നു പ്രശ്നം. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഒരു കാര്യം ചെയ്യ്, പ്രശ്നമായിട്ടല്ലയോ, നടക്കട്ടെ. ഞാൻ പിന്നെ വിളിക്കാം, ഓടിപ്പിക്കുന്നില്ല. ശരിടാ. ശരി എന്നാ. നിങ്ങൾക്ക് ഹലോ എടാ, നിങ്ങൾക്കേ ഞാനേ വരുമ്പോൾ ട്രീറ്റ് ചെയ്യാം കേട്ടോ. ആ ഓക്കേടാ, ഓക്കെ, മതി, കുഴപ്പമില്ല. ശരി ശരി, ആ ഓക്കെ. എന്തുവാടി? റിസപ്ഷന് വന്ന് എന്റെ ഫ്രണ്ട്സിന് മുന്നിൽ ഞാൻ അങ്ങ് ചൂളിപ്പോയി, അങ്ങ് ഇല്ലാണ്ടായി പോയി. റിസപ്ഷന് കുറെ അവലും മലരും എല്ലാം കൂടെ വെച്ചേക്കുന്നത്. നിങ്ങൾ എന്തോ എന്നോട് പറഞ്ഞത്? ബൊഫേ ആയിരുന്നോ? ആയിരുന്നു, ബൊഫേ ആയിരുന്നു. കുറെ കുടുംബശ്രീ ചേച്ചിമാരെ നടന്നു കൊണ്ടുവന്ന് അവലും മലരും ബിസ്ക്കറ്റും മിച്ചറും ബക്കാവടയും എല്ലാം കൂടെ കൊണ്ടുവച്ചിട്ട് സൂപ്പറാണ്. എന്നിട്ട് എന്നോട് ചോദിക്കും ചായ വേണോ കാപ്പി വേണോ? അതിൻ്റെ അടുത്ത് വെറൈറ്റി കാണിച്ചത് നിങ്ങളുടെ അമ്മയാണ്. എൻ്റെ അടുത്ത് നിങ്ങളുടെ അമ്മ കരിപ്പൊട്ടി കാപ്പി കൊണ്ടുവന്ന് ചോദിച്ചു, മോളെ സൂപ്പർ അല്ലേ, വെറൈറ്റി അല്ലേ, ഇത് നാട്ടിൽ ആദ്യമായിട്ടാണ്. നാട്ടിൽ ആദ്യമായിട്ടാ. 2000-ൽ അവസാനിച്ച ഫുഡ് കൊടുക്കൽ സമ്പ്രദായം 2024 കൊണ്ട് നിങ്ങളുടെ അമ്മ വെറൈറ്റിയാണ്. എൻ്റെ പൊന്നു മോളെ, നിനക്കൊരു കാര്യം അറിയാവോ? ഈ അവലും മലരും ഒക്കെ ക്വാളിറ്റി ഉള്ള സാധനമാണ്. കിലോയ്ക്ക് 200 250 കൊടുത്ത് മേടിച്ചാ. ഇത് ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് അറിയാൻ ഒരു കാര്യം ചെയ്യണമായിരുന്നു. കുറച്ച് പൈസ കൂടെ മുടക്കി ഒരു ഫ്ലെക്സ് അടിച്ച് വെക്കണമായിരുന്നു. ഈ അവരും മലരും ചിപ്സും എല്ലാം നല്ല ക്വാളിറ്റി സൂപ്പർ സാധനമാണ്. വരുന്നവർക്കത് അറിയത്തില്ല, മനസ്സിലായോ? ഞാൻ നിന്നോട് കല്യാണത്തിന് മുമ്പേ പറഞ്ഞു തന്നു, അമ്മ പ്യുവർ വെജിറ്റേറിയനാ. ഞങ്ങളൊക്കെ കൂട്ടുകാരുടെ കൂടെ വെളിയിൽ പോകുമ്പോൾ മാത്രമേ നോൺ വെജ് കഴിക്കുന്നത്, അറിയാമോ? അതും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അമ്മ ജനിച്ച കാലം മുതൽ ഇത് കണ്ട് വളർന്നുകൊണ്ട് അമ്മ മറ്റേ സാധനം കണ്ടിട്ടില്ല. ഇത് എന്തുവാന്ന് പോലും അറിയത്തില്ല, അറിയാമോ നിനക്ക്? ഇതിന് ഞാൻ എന്ത് പഴിച്ചു? എനിക്ക് പറ്റത്തില്ല. ഞാൻ ചിക്കനും മട്ടനും ഒക്കെ തിന്ന് ജീവിച്ചതാ. എനിക്കിത് കഴിക്കാതെ ഒരു ദിവസം പോലും പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു മുട്ടയെങ്കിലും വേണം എനിക്ക്. അത് നമുക്ക് വഴി ഒപ്പിക്കാമെന്ന്. അമ്മേ, ഫുഡ് എന്തേ? ഞങ്ങൾ വന്നു. വിശന്നിട്ട് വൈകി. ഇന്നലെ രാത്രി പോലും ഒരു പാകം കഴിച്ചില്ല. പാത്രം എടുക്കട്ടെ? എന്തോ നിങ്ങൾ കുചേല ഫാമിലിയാണോ? നിങ്ങളുടെ അച്ഛൻ എന്തോ കുചേലനാണോ? മടങ്ങിയിരിക്കണം കേട്ടോ. എന്തോ കാര്യം പറ. 24 മണിക്കൂർ ഈ വീട്ടിൽ അവലും മലരും. ഇത് എന്തുവായത്? മറ്റേ വായിക്ക് വെക്കാണോ എന്തെങ്കിലും വേണ്ടായോ? അമ്മോ, ഞാൻ ഒന്ന് വന്നേ. എന്തുവാ അടുക്കളയിൽ പണിയുണ്ടെന്ന്? അമ്മ എന്തോ അമ്മ അവല് നനച്ച് വെച്ചേക്കുന്നേ? ഇന്നലത്തെ ഫംഗ്ഷന്റെ കുറച്ച് അവല് ബാക്കി വന്നതാ. അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് അങ്ങ് വിളയിച്ചു വെക്കാമെന്ന്. മക്കൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു വെച്ചതാ. ഇതെങ്ങനെ കഴിക്കും അമ്മേ? പഴം ഉണ്ടാക്കളെ, പഴം ഞാൻ എടുത്തും തരാം. നല്ലതാ, ഞാൻ എവിടെ കഴിച്ചാൽ മതി. മക്കൾ ഇപ്പൊ ഇത് കഴിക്കേ, നാളെ അമ്മ നല്ല ദോശയും ചമ്മന്തി ഉണ്ടാക്കി തരാം കേട്ടോ. കഴിക്കണേ. ഇവിടെ അപ്പം മുട്ടക്കറി ഒന്നും ഉണ്ടാക്കത്തില്ലയോ? മുട്ടക്കറിയോ? ഞാനല്ല, അവളെ ചോദിച്ചേ. മോളെ, ഇവിടെ എല്ലാവരും വെജിറ്റേറിയനാ. ഇവിടെ ഒന്നും വെക്കത്തില്ല നോൺ വെജ്. അമ്മ പ്രത്യേകിച്ച് വെക്കത്തില്ല. മക്കളും അങ്ങനെ ആവണമെന്ന് അമ്മയുടെ ഒരു ആഗ്രഹം. അങ്ങനെ അമ്മ ഇവരെയും വളർത്തിയത്. അതിൻ്റെ എല്ലാം ഗുണം അവർക്ക് കാണാനുണ്ട്. ഒരു പനി വരാൻ എങ്ങനെ ഇല്ലയോടാ? ഇന്ന് ഉച്ചയ്ക്ക് എന്തോ അമ്മേ? ഉച്ചയ്ക്ക് നല്ല മുരിങ്ങക്കായിട്ടുള്ള അവിയൽ, നല്ല ചീരത്തോരൻ, നല്ല പുളിശ്ശേരി. രാത്രിയിലും അമ്മേ? വൈകിട്ട് കഞ്ഞിയും വേറും. ഇത് കഴിക്കേട്ടോ, അമ്മയ്ക്ക് അടുക്കള വെച്ചിട്ട് പണിയുണ്ട്. എന്തിനുണ്ടെങ്കിൽ വിളിക്കണേ. എനിക്ക് വേണ്ട. എടാ, നീ ഇങ്ങോട്ടേക്ക് വന്നേ. എന്തോ അമ്മേ? നീ അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. അമ്മയ്ക്കൊരു കാര്യം അറിയോ? അവള് വീട്ടിൽ ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് വളർന്ന കൊച്ച. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. എടാ, ഞാൻ ഈ വീട്ടിൽ നോൺ വെജ് വെച്ചിട്ടുണ്ടോ ഇതുവരെ? ഞാൻ വെജല്ല എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നിന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ടോ? ആ വീട്ടിൽ വന്നിട്ട് നോൺ വെജ് വെക്കണമെന്ന് നടക്കുന്ന കാര്യമാണോ? ഇനി മേലെ ഈ വീട്ടിൽ മീനോ ഇറച്ചിയോ മുട്ടയോ അങ്ങനെ ഞാൻ കേട്ടാ. എനിക്ക് അമ്മയുടെ അവസ്ഥ മനസ്സിലായി. ഇപ്പൊ എൻ്റെ അവസ്ഥ അമ്മയൊന്നും മനസ്സിലാക്കാൻ ആദ്യമേ ഞാൻ അവളെ പറഞ്ഞ തഞ്ചത്തിന് നമുക്ക് എന്തോന്ന് വെച്ചാൽ ചെയ്യാം. നീ മനസ്സിലാക്കണം. ഈ വീട്ടിൽ വന്നു കയറിയപ്പോൾ ഈ വീട്ടിലെ ശീലങ്ങൾക്കനുസരിച്ച് വേണം നടക്കാൻ. പറഞ്ഞു പ്രിയേ, എടി ഈ ഇവിടെ വന്ന് നിൽക്കുവാന്നോ? ഞാൻ എവിടാ നിൽക്കണ്ടേ? വന്ന് വല്ല എടുത്ത് കഴിച്ചവാ. എനിക്ക് വേണ്ട. എടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടി നീ ഒന്ന്. പിന്നെ എന്നൊന്നും അവല് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, എനിക്ക് വയ്യ. നിന്നോട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു തന്നെയാണോ അമ്മ വെജിറ്റേറിയൻ ആണ്? നീ പിന്നെ ഇന്നലെ രാവിലെ ഇറങ്ങി വന്നപ്പോഴും മുട്ടയുടെ കാര്യം അമ്മയോട് ചോദിച്ചത്. അപ്പൊ മുട്ടയും കഴിക്കത്തില്ലയോ? എടി മുട്ട എവിടെ നടി വരുന്നത്?
കോഴിന്ന് ആ കോഴി എന്നാന്ന് അറിയത്തില്ലയോ? പിന്നെ നോൺ വെജ് ഇല്ലയോ അത്? എനിക്ക് ഭയ എനിക്ക് എടി അമ്മ ഒരു വെളുത്തുള്ളി പോലും കഴിക്കത്തില്ല, അറിയാവോ നിനക്ക്? എന്താ വെളുത്തുള്ളിക്കകത്ത് എന്തോ ഇരിക്കുന്നേ? അതിനകത്ത് ഏതാണ്ടൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ല. അമ്മ ഒന്നും കഴിക്കത്തില്ല. നീ വന്ന് ഒന്ന് കഴിച്ചേ വാ. എനിക്ക് വേണ്ട മനുഷ്യ. എടി എനിക്ക് വേണ്ടി ഒന്നും നീ ആ തൂണ് തന്നെ ഇടല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, തൽക്കാലത്തേക്ക് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് വെച്ച് എന്നൊന്നും ആവത്തില്ല. മര്യാദയ്ക്ക് അമ്മയെ പറഞ്ഞ് മാറ്റിക്കോണം. എനിക്കൊരു സമയം എന്താ, അതൊക്കെ ഒന്ന് പറഞ്ഞു മാറ്റാൻ സമയം എന്താ? തൽക്കാലത്തേക്ക് 2 ദിവസത്തേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി ഞാൻ കാണിച്ചു തരാം. എന്തൊരവസ്ഥയാണ്. കഴിക്കേ. എന്തായാലും മക്കൾ 3-4 ദിവസം ആയില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പം മക്കൾ സെറ്റായില്ലയോ? ഇനി അങ്ങ് പോകെ ശരിയായിക്കോളും. എടുത്ത് കഴിക്കേ. കഴിക്കടാ. എന്തോ അമ്മേന്ന് കഴിക്കാൻ? തുറന്ന് നോക്ക്, നോക്ക് ഇഷ്ടപ്പെടും. എന്തോ അമ്മ ഇത്? ഓട്ടടാ. പോട്ടടാ കഴിക്ക. ചേട്ടനത് എന്തോ ഏട്ടാ വെള്ളം? അമ്മേ ഈ ശർക്കര വെള്ളമേ ഒന്ന് മാറ്റി വെച്ചേക്ക. എന്തുമോന് വേണോ ഇനി? പിന്നെ വാറ്റുണ്ടാക്കി കുടിക്കാൻ നമുക്ക്. ചെറുക്കനെ എപ്പോഴും പണ്ടേ തമാശക്കാരന്. കഴിക്കുക, എല്ലാവരും കഴിച്ചാൽ അങ്ങോട്ട് എടുത്ത്. അല്ലെങ്കിൽ ഈ മിണ്ടാപ്രാണികളൊക്കെ തല്ലിക്കൊന്ന് കഴിച്ചാൽ തന്നെ യോ പ്രാക്ക് കിട്ടും. മിണ്ടാപ്രാണികൾ പാവം. ഇതൊക്കെ ആകുമ്പോൾ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ. അങ്ങോട്ട് കഴിക്കുക. കഴിക്കുക. സൂപ്പറാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ രുചിയാ. കഴിക്ക. നല്ല കഴിക്കടാ. ഓ ഭഗവാനെ, ഈ ടേസ്റ്റൊക്കെ വല്ല മിണ്ടാപ്പാണെല്ലാം കൊന്നാൽ കിട്ടുമോ? ഉച്ചക്ക് എന്താ അമ്മേ? ഇടിച്ചക്ക തോരനും ചമ്മന്തി സ്പെഷ്യലാ. മക്കള് കഴിക്കുന്നത് തരാം. പെർഫെക്റ്റ് പെർഫെക്റ്റ്. ഇന്നത്തെ സ്പെഷ്യൽ ക്യാബേജ് പുഴുങ്ങിയത്. കഴിക്കങ്ങോട്ട്. കഴിക്കുമോളെ, നല്ലതാ. എന്താ നോക്കിയിരിക്കുന്നത് അങ്ങോട്ട് കഴിക്കാൻ? നല്ല ഇല്ലയോ? അടിപൊളി. അമ്മയ്ക്കറിയാം. എന്തോ സ്പെഷ്യലാമേ? ഇന്നത്തെ പോലെ പച്ചക്കറി തന്നെ. ആ പിന്നെ വെറൈറ്റി ആയിട്ടുണ്ട്. പുഴുങ്ങിയത് കുറേ. ഞാൻ പിന്നെ വിളിക്കാം. സന്തോഷമായോ? കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ നിന്നോട് എന്തോ പറഞ്ഞേ? എടി അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും, കുറച്ച് ദിവസം കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. ഇപ്പം പച്ചക്കറി കഴിക്കാതെ നിനക്ക് പറ്റുന്നുണ്ടോ? എന്നെ കൊണ്ട് പച്ച തെറി വിളിപ്പിക്കരുത് കേട്ടോ. നേരം വെളുക്കുമ്പോ തൊട്ട് പച്ചക്കറിയാ ഇവിടെ. പുഴുങ്ങിയ പച്ചക്കറി, പുഴുങ്ങാത്ത പച്ചക്കറി, പച്ച പച്ചക്കറി, കറി വെച്ച പച്ചക്കറി. എന്നെ കൊണ്ട് എനിക്ക് സഹിച്ചു മടുത്തു. അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്തായാലും ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ചോറിന്റെ കൂടെ ചിക്കൻ കഴിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ ഇന്ന് പുറത്തു പോയി ആഹാരം കഴിക്കുന്നു. വാ ഒരുങ്ങ. പിന്നെ എന്നെ കല്യാണം കഴിച്ച് വീട്ടുകൊണ്ട് കൊണ്ടുവന്നത് പുറത്ത് ഹോട്ടലിൽ പോയി കഴിക്കാനല്ല. എനിക്ക് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കണം. ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ആഹാരം കഴിക്കണം. എന്റെ നാക്കിലെ രുചി മൊത്തം പോയി. എനിക്ക് രുചി തിരിച്ചു കൊണ്ടുവരണം. എന്റെ പൊന്നുമോളല്ലയോ? എന്റെ പൊന്നുമോളെ ഈ വീട്ടിലോട്ട് ചിക്കനും മട്ടനും ഒന്നും കയറ്റാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് നമുക്ക് വെളിയിൽ പോയി കഴിക്കാം. അതെന്താ ഒരാളുടെ സ്വാർത്ഥത മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ? നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അമ്മ കഴിക്കണ്ട. നമ്മൾ കഴിക്കുന്നിടത്ത് കൈ കയറി പിടിക്കുന്നത് എന്തിനാ? ഇന്ന് കഴിക്കണമെന്ന് പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞു. കാര്യമായിട്ടാ? കാര്യമായിട്ടാ? ആ കാര്യമായിട്ടാ. എന്നാൽ പിന്നെ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ കാണും. കൂട്ടുകാരനോട് പറയാം. മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഭാഗ്യം
നമ്പർ 8 മോനും വല്ലതും ഉണ്ടല്ലോ. ഹലോ, എവിടെ അളിയാ നിങ്ങള്? ഞാൻ ഇവിടെ വേണ്ട അടൂരുണ്ട്, ഷൂട്ടുണ്ടായിരുന്നു 5 ഗണ്ട കഴിഞ്ഞിട്ടുണ്ട്. സാധനമൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. എന്തു ഓടെ എൻ്റെ കല്യാണം കഴിഞ്ഞൊക്കെ പിന്നെ നിങ്ങളെ ആരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, എന്തു അളിയത്? എൻ്റെ പൊന്നളിയടാ, ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നടാ. പിന്നെ സഞ്ജയണ്ണ ഈ പടത്തിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു എറണാകുളത്ത്. അപ്പോൾ പുള്ളി പോകുന്നതിന് പിന്നെ ഒരു 3-4 കണ്ടന്റ് എടുത്ത് കേൾക്കണമായിരുന്നു. അതാ വരാൻ പറ്റാൻ. എടാ അളിയ, എനിക്കൊരു സഹായം ചെയ്യൂ നീ. എന്തു? ഒരു ചിക്കൻ 65 മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുതരൂ. ആ ചിക്കനോ? നിന്റെ വീട്ടിലാ? ആ. അയ്യടാ, നിങ്ങളുടെ അമ്മ സമ്മതിച്ചാ? അമ്മ സമ്മതിക്കത്തൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓർഡർ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ അങ്ങനെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആകെ വിഷയമാവും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്രയും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. എന്തെങ്കിലും ഉടായ്പ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഒന്നും കൊണ്ടു കളിയാ. എൻ്റെ പൊന്നളിയ, അവിടെ എങ്ങനെ വന്ന് നിങ്ങളുടെ അമ്മ പിടിച്ചാൽ ഞാൻ വളപ്പി കയറ്റത്തില്ല തള്ളതിൻ്റെ. എടാ ഒന്നും കൊണ്ടു കളിയാ. ഒരു കൂട്ടുകാരൻ ഒരു സഹായം ചോദിച്ചാൽ എന്തേലും ഒന്ന് ചെയ്ത് കൊടുക്കണേ നീയൊക്കെ. ശരി, എന്നാ കൊണ്ടുവരാം. പിന്നെ ഇന്ന് എന്തുവായിരുന്നു ക്യാരക്ടർ? ഇവര് ഡെലിവറി ബോയ്. തകർക്കുന്നുണ്ട്. ശരിയെന്നാ. ഓക്കേടാ, ഓക്കെ. എൻ്റെ പൊന്നെ മൂടാനായിട്ട് ദൈവം തമ്പുരാനെ, ആ തള്ള കഴിഞ്ഞ് അവിടെ ചെന്ന് പൊക്കി കഴിഞ്ഞ് നാശം ആകെ. ഗണപതി ആഷിക്കേ വാടാ, എന്തുണ്ട്? അല്ലമ്മ, ഇത് കൊടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് ഓടണമായിരുന്നു. അല്ല, എനിക്കിത് കൊടുത്തിട്ട് പെട്ടെന്ന് പോകണമായിരുന്നു. നിങ്ങളൊന്ന് ചായ കുടിച്ചിട്ട് വാ. വേണ്ട, ചായ ഒന്നും വേണ്ട, പോണം പെട്ടെന്ന്. വണ്ടി കൊടുക്കണം സഞ്ജയന്റെ. ഇതെന്തുവാണ് ഇത്? അപ്പൊ പിന്നെ ഇതിപ്പം മരുന്ന് അതിനെന്തിടാ. അതാണ്ടാ വിളിച്ചിട്ട് വരുന്നില്ല. എന്താടാ കയറാത്തെ? എന്തുവാടാ അത്? ലേഹ്യം. എന്തതിന്റെ ലേഹി? വിശപ്പിന്റെ. വിശപ്പിന്റെ. ആ, ഞാൻ വിചാരിച്ച കൊച്ചു പെണ്ണ് 2 ദിവസം കൊണ്ട് ഒന്നും കഴിക്കുന്നുമില്ല. എവിടെ നടാ? അടൂർ ആശുപത്രിയിൽ നിന്ന്. അപ്പൊ ഇവക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലേഹ്യം എടുത്ത് വയറ്റത്ത് വെച്ചാൽ മതി, വയറ്റ് തെറ്റുമ്പോൾ അങ്ങ് മാറുമെന്ന് പറഞ്ഞു. ഇല്ലടി? ലേഹി മരുന്ന് കേൾക്കാനോ? അല്ല, ഉള്ളി കഴിച്ചാൽ മതി, അപ്പൊ മാറുമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ ഒരു ഉടായിപ്പുണ്ടല്ലോടാ. കൊണ്ടുവന്നടാ. അല്ല, ഏത് ഹോസ്പിറ്റലിൽ നിന്നാടാ ചിക്കൻ വെച്ചുള്ള ലേഹ്യം കൊണ്ടിരുന്നേ? ആഷിക്കേ, നീ പോകരുത്. വന്നേടാ. എവിടെ നിന്നാടാ ചിക്കൻ വെച്ചുള്ള ലേഹ്യം നിനക്ക് കിട്ടിയത്? കവർ മാറിയടാ. അഭിനയിക്കണ്ടടാ, അതവിടെ. ഇവിടെ പൊക്കി ഞാനും ചളിച്ച് നിൽക്കുക. എടാ, നിനക്ക് ഷൂട്ടിന് പോകുന്നിടത്തുനിന്ന് വല്ലതും ചത്തതോ പുഴുത്തതോ കിട്ടുന്നുണ്ടെങ്കിൽ നീ അവിടുന്ന് കഴിച്ചോണം. എന്റെ പരിക്കത്ത് അതും കയറ്റിക്കൊണ്ട് വരരുത്, പറഞ്ഞേക്കാം. അതൊക്കെ നീ സാധനം എങ്ങനെയാണ്? എന്ത് ധൈര്യം ഉണ്ടോ എന്റെ വീട്ടിൽ നിന്ന് കയറ്റാൻ വേണ്ടിട്ട്? എന്തൊരു നാറ്റമാടാ ഇത്! എന്തൊരു നാറ്റം! അവനങ്ങ് പോയി. എടാ, നിനക്ക് എന്തോ ധൈര്യം ഉണ്ടോ എന്റെ വീട്ടിൽ ഈ പുഴുത്തതൊക്കെ കൊണ്ടുവരാന്? ഓരോന്നും വന്നു കയറിയതിന്റെ ഓരോ മാറ്റങ്ങള്. അവനവന്റെ വീട്ടിൽ എന്തുണ്ടോ അത് കഴിച്ചു പഠിക്കണം. ഇതൊരുമാതിരി ഇന്നലെ വന്ന് കയറികൾക്ക് വേണ്ടി ഒന്നും എന്റെ ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല. ഇത്രയും കാലം ഞാൻ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നീയും വന്നു കയറുന്നത് ആരാണെങ്കിൽ അവളും. എന്ത് വൈദ? നിനക്കൊക്കെ ചുട്ടതോ കരിച്ചതോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേറെ വീടെടുത്ത് താമസിച്ചോണം. അവിടെ പോയിട്ട് എന്ത് വെച്ചാൽ കാണിച്ചോ. എൻ്റെ ഈ പരിക്കകത്ത് വരുന്നില്ല. ഞാൻ അങ്ങനെയാണ് വളർന്നത്. വായിക്ക് രുചിയില്ലാതെ പറയാതെ ഓർഡർ ചെയ്തു പോയതാ. അമ്മ ക്ഷമിക്കണം, ഇനി ഇത് ആവർത്തിക്കത്തില്ല. മക്കളുള്ള വിഷമം കൊണ്ടല്ല. ഇതൊന്നും ശരീരത്തിന് നല്ലതല്ല കേട്ടോ. ഇനി ഒന്നും കഴിക്കണ്ട. അമ്മ മക്കൾക്ക് എല്ലാ അവിയലും തോരനും മെഴുകോട്ടയൊക്കെ വെച്ച് തരാം. ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ എന്നാ. ആ മക്കളെ, നീ മാറിയോ? നീ ഒന്ന് നീ ഇതൊക്കെ എങ്ങനെ സാധിച്ച്? നീ എന്താ ആളിങ്ങനെ മാറിയത്? എടി പറയാന്. 1/2 കിലോ ബീഫ് നാളെ വാങ്ങിക്കണം. സർക്കാർ എന്താ കാര്യത്തിന്? ഇവിടുത്തെ അടുക്കളയിൽ എനിക്ക് ബീഫ് ഉണ്ടാക്കി നിങ്ങളുടെ അമ്മയെ അത് തീറ്റിക്കണം. എടി എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എനിക്ക് പട്ടിണി കിടന്ന് ചാവാൻ പറ്റത്തില്ല. നിങ്ങളുടെ അമ്മ ബീഫ് കഴിച്ചാൽ എന്തോ നടക്കുന്നത് എനിക്കൊന്ന് അറിയണം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. വിഷമൊന്നും അല്ലല്ലോ കലക്കി കൊടുക്കുന്നത്, ആഹാരമില്ലയോ? തിന്നട്ടെ, എന്നിട്ട് എന്ത് സംഭവിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. പ്രശ്നമായാലോ? വേറെ വീട് നോക്കിക്കോ, വാടക വീട്. എന്തുവാ മക്കളെ അവള് സ്പെഷ്യൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞേ? എന്തി സ്പെഷ്യൽ? എന്തി? അമ്മ തുറന്നു നോക്ക്. ഇതാണോ?
നിന്റെ അടുക്കള വെച്ചാന്നോ? ആ എൻ്റെ ഗ്യാസേല്, ആ എൻ്റെ ചട്ടിയേല്, ആ ആ എൻ്റെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉള്ളിയൊക്കെ എടുത്തുണ്ടാക്കിയത്. പിന്നെ എങ്ങനെയാ മക്കളിന് ഇത്ര ടേസ്റ്റ് വന്നേ? യോ ഇതെന്തു ഐറ്റം? അമ്മേ ഇത് സോയാബീൻ ഡ്രൈ ഫ്രൈ. യോ എന്ത് ഡ്രൈ ഫ്രൈ ആണെങ്കിൽ കൊള്ളാം. ഇതെവിടുന്ന വാങ്ങിച്ചേ? ഹലാൽ വെജിറ്റബിൾസ്. ഹലാൽ വെജിറ്റബിൾസ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു തറവാടുത്തമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കേട്ടോ. മക്കളെ അമ്മയ്ക്ക് ഡെയിലി ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഓ എന്തോ ടേസ്റ്റ് മക്കളെ ഇത്. ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല വേവും. നീ കഴിച്ചോ? ഞാൻ കഴിച്ചാ ഞാൻ അമ്മയുടെ കൂടെ ഒന്നുകൂടെ കഴിക്കാം ഇല്ലയോ? അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു മക്കളെ ഉണ്ടാക്കി തരാൻ. നീ പണ്ടേ അമ്മ ഉണ്ടാക്കി തന്നേനായിരുന്നു. കൊള്ളാം കേട്ടോ. മക്കളെങ്ങനെ പഠിച്ചേ? ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളല്ലേ അമ്മ ഓരോന്ന് പഠിപ്പിക്കുന്നേ. എന്തായാലും നാളെ മുതൽ അമ്മയ്ക്കുള്ള ആഹാരം മക്കൾ വെച്ചെന്നാൽ മതി. സൂപ്പർ കൈപ്പുണ്യം കേട്ടോ. നീ ഭാഗ്യവാനാടാ. ഇനി അമ്മയുടെ കാര്യം മൊത്തം ഞാൻ നോക്കിക്കോളാം. ഇതുപോലെ വെറൈറ്റി ആഹാരങ്ങൾ ഞാൻ വെച്ച് തന്നോളാം. ആ നീ ഇനി എന്തിനുള്ള പുറപ്പാടാ? നിങ്ങളുടെ അമ്മ ചിക്കൻ തീറ്റിക്കാൻ. താണ്ടേ ഞാനൊരു കാര്യം പറയാം. സോയാബീനും ബീഫും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് അമ്മ പിടിച്ചില്ല. ഇത് ഉറപ്പായിട്ട് പിടിക്കും. പിടിക്കത്തില്ല. ചിക്കനും ബീട്രൂട്ടും ഒരു പിടി പിടിക്കും. നിങ്ങളുടെ അമ്മ ഒരിക്കലും മനസ്സിലാക്കത്തില്ല. എടി ഇതൊന്നും വേണ്ട, പറയുന്നത് നിർത്ത് പരിപാടി. ശരിയാവും. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലയോ? ശരിയാവും. പിടിച്ചു കഴിഞ്ഞാലോ? നോക്കൂ. എന്തോ നോക്കൂ? വാടകയ്ക്കൊരു വീട്. എന്തിനാ? അതിന്റെ ആവശ്യമില്ല, നിർത്ത്. ഇതെന്തായാലും ശരിയാവും. അമ്മേ എന്തോ മക്കളെ ഇത്? അമ്മ കഴിച്ചു നോക്ക്. അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഇടിച്ചക്കയും ബീട്രൂട്ടോടെ കൂട്ടിയിട്ടൊരു തോരനാ. എന്തൊരു ടേസ്റ്റ് ചെയ്ത്. അമ്മയ്ക്ക് ഇനി എല്ലാം ഉണ്ടാക്കി തരണേ. എൻ്റെ മരുമോടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു അമ്മ. അമ്മ വെയിറ്റിംഗില്ല. ഇന്ന് കക്ക വെച്ചൊരു പരിപാടിയുണ്ട്. ഇന്നാമേ ആഫ്രിക്കൻ കൂർക്ക റോസ്റ്റ്. ഇന്ന് അവർ കണവ കഴിച്ചാൽ മതി. അമ്മേ ടർക്കിഷ് വെള്ളരിക്ക വട്ടത്തിലെറിഞ്ഞ് നിർത്തിപ്പൊരിച്ചത്. ഇന്ന് അവർക്ക് ചെമ്മീൻ ഉണ്ടാക്കി കൊടുക്കാം. അമ്മേ റഷ്യൻ കോളിഫ്ലവർ നിർത്തിപ്പൊരിച്ചത്. എൻ്റെ പൊന്നടി, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഇത്രയും നാൾ വെജിറ്റേറിയൻ നിന്നുകൊണ്ട് അതിന് അമ്മയെ കൊണ്ട് നീ നോൺ വെജ് തീറ്റിപ്പിച്ചല്ലോടി. അതും ഒരു സംശയമില്ല അമ്മയ്ക്ക്. കാര്യമൊക്കെ ശരിയേട്ടാ, പക്ഷെ മനസ്സിന് ഭയങ്കര കുറ്റബോധം. എന്തിന്? നോൺ വെജ് തിന്നാത്ത അമ്മയെ കൊണ്ട് നോൺ വെജ് തീറ്റിക്കുന്നില്ലേ, ദൈവം പൊറുക്കൂല. അമ്മ ഇതൊന്നും അറിയാതെ പറ്റിക്കൂല്ലേ നമ്മള്. നമ്മളെ? നീ ഇതിനകത്ത് എന്നെ പങ്കുചേർക്കണ്ട. ഞാനിപ്പോൾ അമ്മയോട് പോയി കാര്യം പറയാൻ പോവാ. എന്തോ പറയാൻ പോവാ? അമ്മ ഞാൻ ഇത്രയും നാളും പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് തന്നത് മൊത്തം നോൺ വെജ് ആണ് എന്ന് ഞാൻ പറയാൻ പോവാ. എൻ്റെ പൊന്നു മോളെ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ നീ വീണ്ടും. എനിക്ക് ഇനിയും വയ്യ, കുറ്റബോധം പേര് എനിക്ക് ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പോയി പറയട്ടെ. നിനക്ക് എന്തോ എടി എന്തോത്തിന് സോക്കേടാന്ന്. ആ പിന്നെ അത് മാത്രമല്ല, എനിക്കിങ്ങനെ അടുക്കളയിൽ കയറി നിരങ്ങാൻ വയ്യ. 24 മണിക്കൂർ ഞാൻ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് അടുക്കളയിൽ നിറങ്ങാൻ നേരമില്ല. എണ്ണയൊക്കെ പൊട്ടി എൻ്റെ കയ്യിലും മുഖത്തും ഒക്കെ തെറിക്കുക. അത് മാത്രമല്ല, നോൺ വെജ് തിന്നാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി എനിക്കിപ്പോൾ നോൺ വെജും ഇഷ്ടമില്ലാതായി. എന്തൊരവസ്ഥയാന്ന് നോക്കി. ഇനി എനിക്ക് മനസമാധാനമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് വല്ലതും കഴിക്കണം. എനിക്ക് വയ്യ ചേട്ടാ. എന്നാ പിന്നെ അങ്ങനെ പറ. ആ ഞാൻ പോയി പറയട്ടെ. നീ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ. അല്ലേ അതെന്തൊരു വർത്തമാനം അത്. അവൾ ഏത് ഖജാൻജി ആയാലും എൻ്റെ അടുത്ത് കള്ളത്തരം കാണിച്ചാൽ പത്മജ സഹിക്കത്തില്ല. അതിന് എവിടുത്തെ കാര്യമാണെന്ന് പറഞ്ഞാലും നിർത്തി പൊരിക്കും ഞാൻ. കുറെ നാളായി ഞാൻ അവളെ കൈ കെട്ടിട്ട് ഞാൻ അമ്മേ ഇപ്പൊ വിളിക്കാൻ. എന്താ മക്കളെ? അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മയ്ക്ക് മോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. മക്കളെ അച്ഛനെ നാൾക്കൊരു സാധനം കൊണ്ടുവന്നില്ലയോ അങ്ങ് മലേഷ്യന്ന്? മലേഷ്യൻ ഇടിച്ചക്ക. മലേഷ്യൻ ഇടിച്ചക്ക എന്ത് നല്ല തോരനായിരുന്നു മക്കളെ. ഞാൻ ആ തോരൻ കൂട്ടി ഇടങ്ങഴിയുടെ ചോറുണ്ട്. അമ്മയ്ക്ക് ഒന്നുകൂടെ ഒന്ന് കൂട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഓടെ കൈപ്പുണ്യം കാണാൻ അമ്മയ്ക്ക് പിന്നെ പറയണ്ട. അതെ അമ്മേ, അച്ഛനത് അവിടെ ഇനിയും പോകുമ്പോൾ കൊണ്ടുവരും. ഇപ്പം അതവിടെ കിട്ടാനില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം അച്ഛനോട്. കുഴപ്പമില്ല. ഓ ഇവളെ ഇന്ന് ഞാൻ അമ്മക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ.
ഒന്നുമില്ല അമ്മേ. ആ എന്നാ മക്കൾ പോക്കോ. ആ ആ ഹലോ. ആ പിന്നെ ആര് ഭാവിച്ചെന്നാ ഇത്? ആ മോളെ. ആ ആ മക്കളെ ഇന്നാൾക്ക് അമ്മയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കി തന്നില്ലായിരുന്നോ? എന്തുവാ റഷ്യൻ കോളിഫ്ലവർ നിർത്തിപ്പൊരിച്ചതാണോ അമ്മേ? ആ സാധനം അതുപോലെ ഒരു 3-4 ഐറ്റം അമ്മയ്ക്കൊന്നും ഉണ്ടാക്കി തരണം. വെറൈറ്റി ഐറ്റം ആയില്ല, മറക്കല്ലേ. ആ പിന്നെ ഇതിനകത്ത് എന്നെ പങ്കുചേർക്കണ്ട. ഞാനിപ്പോ അമ്മയോട് പോയി കാര്യം പറയാൻ പോവാ. എന്തോ പറയാൻ പോവാ? അമ്മയെ ഞാൻ ഇത്രയും നാളും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു. വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് തന്നത് മൊത്തം നോൺ വെജ് ആണെന്ന്. അത് മാത്രമല്ല, നോൺ വെജ് തിന്നാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി എനിക്കിപ്പോൾ നോൺ വെജും ഇഷ്ടമില്ലാതായി. ഇനി എനിക്ക് മനസമാധാനമായിട്ടൊന്ന് ഒരു 19 കൊല്ലം കൊണ്ട് ഞാൻ ഇതിൻ്റെ രുചിയൊന്നും അറിഞ്ഞിട്ടില്ല. രുചി അറിഞ്ഞപ്പോൾ എനിക്ക് നന്നേ അങ്ങ് ബോധിച്ചു. ഇതിന് ഞാൻ അറിഞ്ഞെന്ന് വരുത്തിയാൽ അവൾ എന്നെ തന്നെ അടുക്കളയിൽ കയറ്റും. ഇതാകുമ്പോൾ സുഭിക്ഷമായിട്ട് ഭക്ഷണവും കഴിക്കാം, പണിയെടുക്കണ്ട. എന്തായാലും പോകുന്നിടത്തോളം അങ്ങ് പോട്ടെ.